ഹലോ വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കുറെ നാളായി സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടല്ലേ. അപ്പൊ ഇന്നൊരു ഫിഷ് ടെയിൽ ഗൗണിന്റെ വീഡിയോ ആണ് കേട്ടോ. അമ്മാളുവിന്റെ ബർത്ത്ഡേ ഗൗൺ ആണ്. അപ്പൊ ഇതിന് 1.5 മീറ്റർ ഗ്ലിറ്ററിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് എടുത്തിട്ടുള്ളത്. ഇത് 200 സംതിങ് ആണ് കേട്ടോ റേറ്റ് 1 മീറ്ററിന്. അപ്പൊ ഇതിന് അതേ കളർ ക്രേപ്പിന്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴെ വെക്കാനായിട്ട് സ്റ്റിഫ് നെറ്റും എടുത്തിട്ടുണ്ട്. സ്റ്റിഫ് നെറ്റ് ഇല്ലെങ്കിൽ മറ്റേ ഹോഴ്സ് ബ്രെയ്ഡിന്റെ കിട്ടുമല്ലോ, അതായാലും മതി. ഫുള്ളായിട്ട് ഇങ്ങനെ നെറ്റ് വെക്കണമെന്ന് നിർബന്ധമില്ല. ഹോഴ്സ് ബ്രെയ്ഡ് ആയാലും മതി. ഇനി നമുക്ക് കട്ടിങ് എങ്ങനെയാന്ന് നോക്കാം. ഭയങ്കര ഈസിയാണ് കേട്ടോ, വലിയ പാടൊന്നുമില്ല. അപ്പൊ ആദ്യം തന്നെ നമ്മൾ തുണി സേവ് ചെയ്ത് കട്ട് ചെയ്യാന്നുള്ളതാണ്. ആകെ 1.5 മീറ്റർ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതില് 7 വയസ്സ് മുതൽ ഒരു 9 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇതേ അളവിൽ തന്നെ തയ്ക്കാം കേട്ടോ. ഹൈറ്റ് ഒക്കെ നോക്കിയിട്ട് കട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ബാക്കി അളവുകളൊക്കെ ഈ ഒരു അളവ് തന്നെ മതിയായിരിക്കും. അപ്പോൾ താഴെ കൂടെയാണ് നമുക്ക് ഈ ഗൗൺ കയറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ വിട്ട് വേണ്ടി വരിക ഹിപ്പ് റൗണ്ടും അതുപോലെ ചെസ്റ്റും ആണ്. ഹിപ്പ് റൗണ്ട് ആണ് കൂടുതൽ വേണ്ടി വരിക. അപ്പൊ ഹിപ്പിന്റെ അളവ് നോക്കിയിട്ട് വേണം നമുക്ക് തുണി ഇതിന്ന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പൊ എനിക്ക് ഹിപ്പ് റൗണ്ട് വരുന്നത് 28 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ ആ ഒരു അളവ് നമുക്ക് ഇതിന്ന് കട്ട് ചെയ്യണം. അപ്പൊ 28 ഇഞ്ചിന്റെ കൂടെ 28 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ 4 ഭാഗത്തിന് എടുക്കുമ്പോൾ 7 ഇഞ്ച് മതി. അപ്പൊ അതിന്റെ കൂടെ എക്സ്ട്രാ നമ്മൾ ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം ഈ തുണി കട്ട് ചെയ്യാൻ. അതായത് ബോഡീസ് പാർട്ടിന് നമ്മൾ മുകളിലത്തെ പാർട്ടും താഴെ നമ്മളൊരു സ്കേർട്ട് പോലെയാണല്ലോ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ടോപ്പ് പോർഷന് വേണ്ടിയിട്ട് നമ്മൾ ഹിപ്പിന്റെ റൗണ്ടിന് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ. അപ്പൊ ഞാനൊരു 9 ഇഞ്ച് 8 ഇഞ്ചൊക്കെ ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ലെങ്ത് നോക്കാം. ലെങ്ത് 30 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത് കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ നമ്മൾ എക്സ്ട്രാ ഇടുന്നുണ്ട്, ഷോൾഡറും താഴത്തെ ജോയിനും കൂടി. അപ്പൊ അങ്ങനെ നമ്മൾ തുണി കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ മെഷർമെന്റ് അടയാളപ്പെടുത്തും. ഇനി നമുക്ക് മെഷർമെന്റ് മാർക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ മറുവശത്തേക്ക് മടക്കിയിടുക. 4 മടക്കാക്കിയിട്ട് മടക്കിയിടുക. ഞാനിപ്പോ ലൈനിങ്ങും കൂടെ വെക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ പിൻ ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് മെഷർമെന്റ് അടയാളപ്പെടുത്താൻ പറ്റും കേട്ടോ. ഈ തുണി ഇച്ചിരി ഇളകി പോകുന്നതാ. അപ്പൊ ഷോൾഡർ നമുക്ക് 5.5 ഇഞ്ച് കൊടുക്കാം കേട്ടോ. ഇത് ചോക്ക് അത്ര ക്ലിയർ അല്ല, അതുകൊണ്ട് ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആയിട്ട് മെഷർമെന്റ് എല്ലാം എഴുതി കാണിക്കുന്നുണ്ട്. 5.5 ഇഞ്ച് ഷോൾഡർ കൊടുത്തു. ഇനി അവിടെ നിന്ന് താഴോട്ട് നമുക്ക് ആം ഹോള് മാർക്ക് ചെയ്യാം. ആം ഹോള് 6 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. 6 ഇഞ്ചിന്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് നേരെ ചെസ്റ്റിനുള്ളത് വരച്ചു കൊടുക്കാം. ചെസ്റ്റ് 27 ഇഞ്ചാണ്. അപ്പൊ നമുക്കൊരു 7 ഇഞ്ച് കഷ്ടി മതി. ഞാൻ പക്ഷെ കൂടുതൽ എപ്പോഴും നമ്മളൊരു 1.5 ഇഞ്ച് എക്സ്ട്രാ ലൂസ് ഇടുകയാണ് നല്ലത്. നമുക്ക് പിന്നീട് വേണമെങ്കിൽ വണ്ണം കൂട്ടണമെങ്കിൽ കുറച്ച് തുണി അവിടെ കിടക്കണമല്ലോ. അപ്പൊ എപ്പോഴും ഫ്രോക്ക് തയ്ക്കുമ്പോൾ കുറച്ച് തുണി അങ്ങോട്ട് കൂടുതൽ ഇട്ടോളാം. അപ്പൊ 1.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി താഴോട്ട് നമുക്ക് വേസ്റ്റിന് വേണ്ടി ഷോൾഡറിന്റെ അവിടെ നിന്ന് ഒരു 15 ഇഞ്ച്, ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരു 11 ഇഞ്ച് താഴേക്ക് കൊടുത്താൽ മതി കേട്ടോ വേസ്റ്റ്. അല്ലെങ്കിൽ ചെസ്റ്റിന്റെ അവിടെ നിന്ന് താഴോട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് ഇനി നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്യാം. അപ്പൊ വേസ്റ്റ് എപ്പോഴും ചെസ്റ്റിന്റെ 1 ഇഞ്ച് കുറവായിരിക്കും. കൂടുതൽ വയറൊക്കെ ഉള്ള കുട്ടികൾക്കാണ് വേസ്റ്റിന്റെ അവിടെ, എന്നാലും വേസ്റ്റിന്റെ അവിടെ കുറച്ച് കുറവ് തന്നെയായിരിക്കും കേട്ടോ. ചെസ്റ്റിനേക്കാളും കുറച്ച് കുറവായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് 6 ഇഞ്ച് വേസ്റ്റ് 6 ഇഞ്ച് മതി. പക്ഷെ ഞാൻ എക്സ്ട്രാ ഒരു 2 ഇഞ്ച്, എപ്പോഴും 1.5 ഇഞ്ച് 2 ഇഞ്ച് കൂടുതൽ കൊടുക്കുകയാണ് നല്ലത്. അപ്പൊ അങ്ങനെ എക്സ്ട്രാ 1.5 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 7.5 മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അവിടുന്ന് താഴോട്ടേക്കുള്ള ഹിപ്പിന്റെ സൈസാണ് നോക്കേണ്ടത്. അപ്പൊ ഹിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു 28 ഇഞ്ചാണ് നമുക്ക് ഹിപ്പിന് വിട്ട് വരുന്നത്. അപ്പൊ അവിടെ നിന്ന് താഴോട്ട് ഒരു 21 ഇഞ്ചില്, ഷോൾഡറിന്റെ അവിടെ തന്നെ എപ്പോഴും മെഷർമെന്റ് എടുക്കുന്നതാണ് നല്ലത്. അപ്പൊ 21 ഇഞ്ച് താഴോട്ട് നമ്മൾ ഹിപ്പിന്റെ റൗണ്ട് കൊടുക്കുക. അപ്പൊ ഹിപ്പായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഹിപ്പ് ഒരു 8 ഇഞ്ചാണ്, കുറച്ചും കൂടെ എക്സ്ട്രാ ആയിട്ട് 9 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ടോപ്പ് പോർഷന് ടോട്ടൽ ആയിട്ട് വേണ്ടത് 30 ഇഞ്ചാണ് കേട്ടോ. 28 മതി. കൂടുതലായിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 30 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോളിന്റെ അവിടെ നെക്ക് ഇതുപോലെ കുഴിച്ച് വരയ്ക്കുക. ഇനി അതുപോലെ നമുക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ താഴേക്ക് വരുമ്പോൾ നമ്മൾ നോർമൽ നേരെയാണ് ലൈനൊക്കെ വരയ്ക്കുക ഫ്രോക്കിന്. അപ്പൊ അത് നമ്മൾ ചെരിച്ച് വരയ്ക്കുക. 5 ഇഞ്ചാണ് കേട്ടോ. അത് താഴെ അങ്ങോട്ട് ക്യാമറയിൽ വീഡിയോയിൽ കാണുന്നില്ല. താഴെ 5 ഇഞ്ചാണ് ടൈറ്റ് മാർക്ക് ചെയ്തേക്കുന്നത്. അതൊന്ന് ഓർത്തോളൂ കേട്ടോ. അത് ശരിക്കും വീഡിയോയിൽ കാണുന്നില്ല. നമ്മൾ താഴെ സ്ലോപ്പ് കൊടുക്കുന്നത് 5 ഇഞ്ചാണ് കേട്ടോ. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് ഞാൻ 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. വിഡ്ത്തും അതുപോലെ താഴേക്ക് 2.5 ഇഞ്ചും ബാക്ക് നെക്ക് 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കുക കേട്ടോ. നമ്മൾ സിബ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് 3 ഇഞ്ചൊക്കെ താഴേക്ക് എടുത്താലും മതി. ഞാനിപ്പോൾ ലൈനിങ്ങും കൂടി
കൂട്ടി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ലൈനിങ് കട്ട് ചെയ്യുന്നില്ല, നല്ല തുണി മാത്രമാണ് കട്ട് ചെയ്യുന്നത്. കാരണം ഇത് ക്രേപ്പിന്റെ ആയതുകൊണ്ട് തയ്ക്കുന്ന സമയത്ത് തയ്ച്ചതിന് ശേഷം കട്ട് ചെയ്യാറുള്ളൂ. അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. നെക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. നെക്കിന്റെ നല്ല തുണി മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിന്റെ തുണി ഞാൻ കട്ട് ചെയ്യുന്നില്ല, തയ്ച്ചതിന് ശേഷം കട്ട് ചെയ്യാറുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ഇത് മാറ്റി വെക്കാം. ഫ്രണ്ടിലത്തെ പീസ് മാത്രമേ നെക്ക് കട്ട് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് ഫ്രണ്ടിൽ നിന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് ഈസി ആയിരിക്കും കേട്ടോ. എന്നിട്ട് അത് നമ്മൾ പിന്നഴിച്ച് മാറ്റിയതിന് ശേഷം ബാക്ക് 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ താഴേക്ക് എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടോപ്പ് പോർഷന്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ടും സ്ലീവും കട്ട് ചെയ്യണം. ഇനി ബാക്കിയുള്ള തുണി നമുക്ക് ഇതുപോലെ 4 ആയിട്ട് മടക്കിയിടാം. അപ്പൊ ഹൈറ്റും വിഡ്ത്തും ഒരേപോലെ വരുന്ന പീസ് എടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് സ്കേർട്ടിന് ഇറക്കം വേണ്ടത് 11.5 ഇഞ്ചാണ്. 12 ഇഞ്ച് എടുക്കാം, നമുക്ക് ജോയിനിങ്ങിന് പോകുമല്ലോ. അതിന്റെ കൂടെ എക്സ്ട്രാ ഒരു 3 ഇഞ്ച് എടുക്കണം. നമുക്ക് ഇതുപോലെ സ്കേർട്ടിന്റെ വണ്ണം കട്ട് ചെയ്ത് പോകുമല്ലോ. അപ്പൊ ആ ഹൈറ്റും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ കറക്റ്റ് 4 ഭാഗം ആക്കിയിട്ട് മുറിക്കാൻ കേട്ടോ. അപ്പൊ നമുക്ക് 20 ഇഞ്ചാണ് ടോട്ടൽ വേണ്ടത് സ്കേർട്ടിന്റെ വണ്ണം. അപ്പൊ ഇതുപോലെ 3 ഇഞ്ച് വെച്ചിട്ട് റൗണ്ട് ചെയ്യുക. എല്ലായിടത്തും 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് 5 ഇഞ്ച് കിട്ടും. 20 ഇഞ്ചാണ് നമ്മൾ ടോപ്പിന് ടൈറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതേ കറക്റ്റ് ആയിട്ട് നമ്മൾ വെച്ച് നോക്കാം. അപ്പൊ കറക്റ്റ് 5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പൊ അത് 4 ഭാഗമാകുമ്പോൾ നമുക്ക് 20 ഇഞ്ച് ആവും. അപ്പൊ ടോപ്പിന് ടൈറ്റ് കറക്റ്റ് ആയിരിക്കും. ഇനി ലെങ്ത് നോക്കുക. അപ്പൊ ഒരു 11.5 ഇഞ്ചൊക്കെ മതി ലെങ്ത്. അപ്പൊ 12 ഇഞ്ച് എടുത്തോളാം. നമുക്ക് സ്കേർട്ട് ടോപ്പും കൂടി ജോയിൻ ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു 12 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ആ നമ്മൾ വെക്കുന്ന മൂലയിൽ തന്നെ കറക്റ്റ് ആയിട്ട് എടുക്കുക കേട്ടോ. ചിലർ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന അവിടെ നിന്ന് എടുക്കും. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ഷേപ്പ് അല്ലാണ്ട് വരും സ്കേർട്ട്. അപ്പൊ ഈ മൂലയിൽ നിന്ന് തന്നെ നമ്മൾ ടേപ്പ് വെച്ചിട്ട് അളക്കുകയാണ് സ്കേർട്ട് ഒരേ ലെവലിൽ നിൽക്കാനായിട്ട് നല്ലത്. അപ്പൊ ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ സ്കേർട്ട് ഇതുപോലെ വിരിച്ചിട്ടിട്ട്, ഇങ്ങനെയാണ് സ്കേർട്ട് ഉണ്ടാവുക, അത് വിരിച്ചിട്ടിട്ട് 2 സൈഡ് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പമാണ് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പൊ സ്ലീവിന് ഞാൻ ഇറക്കം കൊടുക്കുന്നത് 8 ഇഞ്ചാണ്. ഫുൾ കൈ ആണ് വെക്കുന്നത് കേട്ടോ. പലരുടെ ഇഷ്ടമാണ്, ചിലർക്ക് ഹാഫ് കൈ വെക്കണമെങ്കിൽ വെക്കാം, ഫുൾ വെക്കണമെങ്കിൽ വെക്കാം. അപ്പൊ 8 ഇഞ്ചാണ് ഇറക്കം കൊടുത്തേക്കുന്നത്. സ്ലീവ് നമ്മൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ കുട്ടികളുടെ 3 ഇഞ്ച് നീക്കി വെച്ചിട്ട് ഒന്ന് വളച്ച് സ്ലീവിന്റെ ഷേപ്പിൽ വരച്ചെടുത്താൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് എത്രയാണ് ലെങ്ത് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 15 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. അപ്പോൾ ഒരു 17 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് മടക്കി തയ്ക്കണം, ജോയിൻ ചെയ്യണം. അപ്പോൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് 17 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടൈറ്റ് എത്രയാണ് വേണ്ടതെന്ന് നോക്കുക. ഈ വീഡിയോ അത്ര ക്ലിയർ അല്ല, വൈകിട്ടാണ് എടുക്കുന്നത് കേട്ടോ, അതുകൊണ്ട് ബ്ലറായി പോകും. അപ്പോൾ 4 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. 3 ഇഞ്ച് മതി, എക്സ്ട്രാ 1 ഇഞ്ച്. അങ്ങനെ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ ഇതേ നമ്മുടെ കട്ടിങ് എല്ലാം തീർന്നിട്ടുണ്ട്. ലൈനിങ്ങും കൂടെ വെച്ച് കട്ട് ചെയ്താൽ ഈസി ആയിട്ട് തീരും കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പൊ സ്റ്റിച്ചിങ് അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മൾ സാധാരണ തയ്ക്കുന്ന പോലെ തന്നെ നല്ല വശത്തിന്റെ മുകളിൽ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് തയ്ക്കുകയാണെങ്കിൽ നെക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഇതുപോലെ 2 സൈഡും തയ്ച്ചെടുത്തിട്ട് മറിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ബാക്കിൽ നമ്മൾ സിബ് വെക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യലാണ് കേട്ടോ. അത് സെപ്പറേറ്റ് വേണമെങ്കിൽ സിബ് വെക്കാം. ഞാനിപ്പോ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് അതിന് ശേഷമാണ് സിബ് വെക്കാറുള്ളത്. അപ്പൊ നമ്മൾ സെന്റർ നോക്കിയിട്ട് ബാക്ക് സൈഡ് നമ്മൾ കുറച്ച് ലെങ്ത് ഇറക്കിയിട്ടിട്ടുണ്ടല്ലോ, അതാണ് മാർക്ക് ചെയ്യുന്നത്. സെന്റർ ഇതുപോലെ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് നമ്മളൊരു മാർക്ക് കൊടുക്കുക. ഇതുപോലെ ഒരു ആരോ ഷേപ്പിൽ സെന്ററിൽ ഒരു വരയും ഒരു അപ്പുറത്തുപ്പുറത്ത് 2 വര ഇതുപോലെ വരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സിബ് അറ്റാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ സിബ് നമ്മൾ നീളത്തിനുള്ള സിബ് തന്നെ വെക്കണം. ഇതിന്റെ സെന്ററിൽ ഈ ചെറിയ കട്ടിങ് ഉണ്ടല്ലോ, അത് ആ സെന്ററിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പൊ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ. ഇതുപോലെ നമ്മൾ ഈ ഔട്ട്ലൈന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ സെന്ററിൽ കൂടി നമ്മൾ കട്ട് ചെയ്യണം. അപ്പൊ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സിബ് വെക്കാൻ പറ്റും, നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇനി നമ്മൾ സിബ് വലിയ സിബ് തന്നെ വെക്കുന്നതാണ് നല്ലത്. ടോപ്പിനൊന്നും വെക്കുന്ന ചെറിയ സിബല്ല, നല്ല ലെങ്ത്തിലുള്ള സിബ് തന്നെ വെക്കുക. ഇൻവിസിബിൾ സിബാണിത്. അപ്പൊ ഇതിന്റെ നല്ല വശം ഉണ്ടല്ലോ, അത് തിരിച്ചിട്ട് മറുവശത്തിന്റെ ഇങ്ങേ സൈഡ്, അപ്പുറത്തെ സൈഡ് നമ്മൾ ഈ സൈഡിൽ വെച്ചിട്ട് ചേർത്തടിക്കുക. അത് നമ്മൾ പൈപ്പിംഗ് ഫൂട്ട് ഉണ്ടല്ലോ,
അത് വെച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പൊ ഞാൻ പൈപ്പിംഗ് ഫൂട്ട് വെച്ചല്ല തയ്ച്ചേക്കുന്നത്, എന്റെ പൈപ്പിംഗ് ഫൂട്ട് പൊട്ടിയിരിക്കുകയാണ്. നോർമൽ ഇതിലാണ് തയ്ക്കുന്നത് കേട്ടോ. ഇങ്ങനെ നേരെ തയ്ച്ചിട്ട് നമ്മളിങ്ങനെ സിബ് മറിച്ചിടുമ്പോൾ കറക്റ്റ് ആയിട്ട് ലെവലിൽ കിട്ടും. എന്നിട്ട് ഇങ്ങനെ പതിച്ചടിച്ചാൽ മതി, നമുക്ക് സിബ് ശരിക്കും ഉള്ളിൽ പോവും കേട്ടോ. അപ്പൊ ഇങ്ങനെ പൈപ്പിംഗ് ഫൂട്ട് വെച്ച് അടിച്ചാലാണ് ക്ലിയർ ആയിട്ട് അത് ഉള്ളിൽ പോവുള്ളൂ. ഇങ്ങനെ നമ്മൾ മുകളിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മറ്റേത് തിരിച്ചിടാം. മറ്റേ സിബ് തിരിച്ചിട്ടിട്ട് അതുപോലെ നമ്മൾ സിബ് എങ്ങനെയാണോ നിൽക്കേണ്ടത് അതേപോലെ അപ്പുറത്തെ സൈഡ് മറിച്ച് വെച്ചിട്ട് അടിച്ചാൽ ക്ലിയർ ആയിട്ട് കിട്ടും. ഇതേപോലെ കിട്ടും കേട്ടോ. പൈപ്പിംഗ് ഫൂട്ട് ആണെങ്കിൽ ശരിക്കും സിബ് കാണാതെ തന്നെ കിട്ടുവേ. ഞാനിതിപ്പോൾ നോർമൽ ഫൂട്ടിലാണ് തയ്ച്ചിട്ടുള്ളത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡ് ഷേപ്പിൽ തയ്ച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ ഷേപ്പ് കൊടുത്ത് തയ്ക്കണം കേട്ടോ. താഴെ നല്ല ടൈറ്റ് ആക്കിയിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പൊ സ്കേർട്ടിന് നമ്മൾ ലൈനിങ് 1 ഇഞ്ച് കുറച്ചിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ കൂടെ സ്റ്റിഫ് നെറ്റും കൂടെ വെക്കണം. സ്റ്റിഫ് നെറ്റ് നേരത്തെ കട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ലൈനിങ്ങിന്റെ അതേപോലെ തന്നെ 1 ഇഞ്ച് കുറച്ചിട്ട് വേണം കേട്ടോ നമ്മൾ നെറ്റ് കട്ട് ചെയ്യാനായിട്ട്. ഒന്നുകിൽ നേരെ അങ്ങ് തയ്ച്ചു പോവാ, അല്ലെങ്കിൽ ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്താലും മതി. 1 ഇഞ്ച് ഇറക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ലൈനിങ്ങിനേക്കാൾ 1 ഇഞ്ച് താത്തിയിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇതുപോലെ നമ്മൾ 3 ലെയറും ചെയ്തിട്ടുണ്ട്. നെറ്റും അതുപോലെ അടിയിൽ ലൈനിങ്ങും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിക്നെസ് വേണമെങ്കിൽ ഒരു നെറ്റും കൂടെ വെക്കാം കേട്ടോ. 2 നെറ്റ് വേണമെങ്കിലും വെക്കാം, നല്ലപോലെ സ്റ്റിഫായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇത് ഇനഫാണ്, കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ടോപ്പ് പോർഷന്റെ കൂടെ ഇതുപോലെ മറിച്ച് വെച്ചിട്ട് ഉള്ളിൽ നിന്ന് നമ്മൾ സാധാരണ ഫ്രോക്ക് അറ്റാച്ച് ചെയ്യില്ലേ അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കുക. അതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ടെയിൽ ഗൗൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇതാണ് ഫൈനൽ ലുക്ക്.